കാത്തിരിപ്പിൻ സൂചിമുളയിൽ ഇനി കനവുകളിൽ ഞാൻ നിറയില്ലെന്നറിയാൻ നീ തന്നെനിക്കുള്ള വാക്ക് കൽവിൽ ഞാൻ സൂക്ഷിച്ചതാക്ക് മൊഴിഞ്ഞെന്തിനന്ന് ഒഴിവാക്ക് നീയൊന്നു ചിന്തി. എല്ലാവർക്കും നമസ്കാരം. സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ് 2 മക്കളെയും കൂട്ടി ദുബായിലേക്ക് പോയ ഫാത്തി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ താനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നിരന്തരം തൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭാര്യയുടെ ഒരു കുറ്റം അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ സമൂഹത്തിൽ 10 ആൾ അറിയുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ മാത്രമായിരുന്നെങ്കിൽ തൻ്റെ ഭാര്യയിൽ നിന്നും ഒരു മോശം അനുഭവമാണ് തനിക്കുണ്ടായെന്ന് അത് ജനങ്ങൾ അറിയിക്കുക എന്നൊരു ഇൻറ്റൻഷൻ മാത്രമാണെങ്കിൽ ഇങ്ങനെ ചെളികാര്യം നിരന്തരം അടിക്കത്തില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ 140 വീഡിയോയിൽ 100 വീഡിയോയ്ക്ക് മേളിൽ ഭാര്യയെ കുറ്റം പറയുന്ന അവസ്ഥയാണ് ഫാത്തിയുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഫാത്തി അന്ന് സ്വന്തം മകൾക്ക് വരെ ഈ ഉമ്മ മോശക്കാരിയാണെന്നുള്ള ചിത്രമാണ് മകളുടെ തലയിലും ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കുന്നത്. നാളൊരു കാലത്ത് മകൾ വളർന്നു വരുമ്പോൾ ഓഫ് കോഴ്സ് തൻ്റെ ഉമ്മ ഒരു മോശം സ്ത്രീ എന്നുള്ളൊരു ചിത്രത്തിലൂടെ ആയിരിക്കും ആ കൊച്ച് വെറുത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാത്തി എന്ന് പറയുന്ന വ്യക്തി ഇമാതിരി നാറിയ പരിപാടി കാണിക്കുമ്പോഴും ഞാൻ അന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗം കൂടി ഒന്ന് കേൾക്കണം. എന്തായാലും അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ. നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഞാനൊരു നാട്ടുംപുറത്തുകാരിയാണ്. ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തോണ്ട് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പില എടുത്തിരുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണ നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി, എന്റെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ. ഇപ്പൊ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ. എനിക്ക് തെറിയ അഭിഷേകാണ്. ഇയാള് ഇപ്പൊ റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതില് എന്നെ അത് കണ്ടായിരുന്നു. മൊത്തം തെറി പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന യുവതിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫാത്തി പറയുന്നത് മൊത്തം മോശമായ രീതിയിലാണ് ഈ യുവതിയെ പറയുന്നത്. എന്തായാലും ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ ഈ പറയുന്ന ഫാത്തിക്ക് ദുബായിൽ മറ്റൊരു റിലേഷൻ ടിക്ടോക്ക് വീഡിയോ പുറത്തുവിടുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. മരത്തണലിൽ നീ വരുകില്ലെന്നറിയാൻ ഇനി കനവുകളിൽ ഞാൻ നിറയില്ലെന്നറിയാൻ നീ തന്നെനിക്കുള്ള വാക്ക് കൽവിൽ ഞാൻ സൂക്ഷിച്ചതാക്ക് മൊഴിഞ്ഞെന്തിനന്ന് ഒഴിവാക്ക് നീയൊന്നു ചിന്തിച്ചു നോക്ക് ഈ വാക്ക് നീയൊന്നു കേൾക്ക് മനസ്സിൽ ഒരു. ഫാത്തിയുടെ വൈഫ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിക്ക് വേറെ അഫയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചാറ്റ് ഉൾപ്പെടെ ഈ പറയുന്ന ലേഡി പുറത്ത് വിടുന്നുണ്ട്. കുറേ പേരുടെ ചാറ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് വിടുന്നുണ്ട്. പക്ഷെ ഫാത്തി വന്നിരുന്ന് പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് അവിഹിതം എന്നാണ് പറഞ്ഞു വെച്ചത്. വാട്ട് എ പതത്തറ്റിക് സിറ്റുവേഷൻ. ഇനി ഫാത്തിക്ക് ഇത്രയും റിലേഷൻസും കാര്യങ്ങളും വേറെ ഉണ്ട് എന്നുള്ള രീതിയിലും കുറച്ച് ചാറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ലേഡി വയ്ക്കുന്നുണ്ട്. നമുക്കതെന്തായാലും ഒന്ന് കണ്ടു നോക്കാം. എന്റെ നാട്ടിലോ അയാളെ നാട്ടിലോ അന്വേഷിച്ചാൽ അറിയാം ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ എന്തെങ്കിലും ചീത്തപ്പേര് എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇയാള് ഒരുപാട് കാലം എന്നെയും മക്കളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1 വർഷത്തോളം ഇയാളെ വീട്ടിൽ നിന്ന് വേറെ വാടക എടുത്ത് താമസിച്ചിരുന്നു. ആ സമയത്ത് എന്നെ സഹായിച്ചിരുന്ന എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സുകളും അവരൊക്കെ എന്റെ കാമുകന്മാരാണ് ഇയാളെ ലിസ്റ്റിൽ. ഇയാള് നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും. ഇയാൾ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവവും ഇല്ല. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ. ഇയാൾ അവിടെ
ദുബായിൽ ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് 5 വർഷത്തോളം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചത്. ഞാനിവിടെ പൊട്ടത്തിയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഞാനിവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞാൽ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്കാം. 3 മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ. പക്ഷെ അവിടെ നാട്ടിക്ക് വരാൻ പറഞ്ഞാൽ വരൂല. 3 വർഷത്തിൽ കൂടുമ്പോ 15 ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടാക്കിയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവുകയും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഫോണിൽ നിന്ന് നിസാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു. കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വരുത്തി തീർക്കായിരുന്നു. അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ്. അങ്ങനെ ഇയാള് ഓൾറെഡി എന്റെ മക്കളേക്ക് പാസ്പോർട്ട് ഇയാളെ കയ്യിലായിരുന്നു. അങ്ങനെ എന്റെ മക്കളെ ഇയാള് എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടുവന്നാക്കി തരാം. പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ്, എന്റെ മക്കളെയും കൊണ്ട് ഞാൻ പോവാണ്. ഇപ്പൊ പോയിട്ട് 1.5 വർഷമായി. എന്റെ മക്കൾക്ക് ബാപ്പാന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല. ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം. 3 വർഷത്തിൽ 5 ദിവസത്തിന് വരുന്ന ഒരു ബാപ്പ മക്കളെ എത്രത്തോളമാണ് സ്നേഹിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ നിൽക്കുക ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങേറായിരുന്നു. പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയാ പോരല്ലോ, പാപ്പാന്റെ സ്നേഹം കിട്ടണ്ടേ. അങ്ങനെ ഇയാളോട് പറഞ്ഞു റിവെഞ്ച് ആക്കിയിട്ട് എടുക്കട്ടെ, മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്കുക, നല്ലപോലെ വളർത്ത്, കുറച്ചു കാലം മക്കളവിടെ നിൽക്കട്ടെ, അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ. പക്ഷെ ഇയാളിതൊരു ഭയങ്കര ഒരു സംഭവമാക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച ഭാര്യയായിരുന്നു. ഞാൻ മരിച്ചു, എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത്. അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളൊക്കെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞു. അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി. ഞാൻ ജീവിച്ചിരിക്കണമെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോ ഇയാൾക്ക് ഭയങ്കര മോശമായി. അങ്ങനെ ഇയാള് കഥകൾ മെനയാൻ തുടങ്ങി. ഞാൻ വേറൊരാളെ കൂടെ ചാടിപ്പോയതാണ്. ഞാനിവിടെ എന്റെ വീട്ടിൽ എന്റെ അമ്മാന്റെ ഇപ്പാന്റെ കൂടെയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്റെ മോനെ കൊണ്ട് ജീവിക്കുന്നത്. അന്തസ്സായിട്ട് ഇത് ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത്. ഇയാള് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ 1 വർഷമായിട്ട് സോഷ്യൽ മീഡിയയില് എന്നിട്ടിട്ട് അരച്ചോണ്ടിരിക്കണം. ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ ഇന്നലെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ. ഇയാളെ ഇത് സൈബർ അറ്റാക്ക് കാരണം ഇയാള് ദുബായിൽ നിന്നിട്ടാണ് ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യുന്നത്. ഇയാളെ നാട്ടിലാണെങ്കിൽ എന്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എന്റെ മക്കളെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ദുബായിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, കേസിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേന്. പിന്നെ കൊണ്ടുപോയപ്പോ നല്ലപോലെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇയാളെ കൂടെ എന്റെ മക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫോ ഭാവി ഉണ്ടാവില്ല. കാരണം മക്കളെ മടിയിൽ ഇരുത്തിയിട്ട് എന്റെ മക്കളമ്മ ഭയങ്കര മോശമാണ്, അവൾ അങ്ങനെയാണ്, അവൾ എന്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട്. എന്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എന്റെ മക്കൾ പറയും എന്റെ ഉമ്മ അങ്ങനെയായിരുന്നു. എന്റെ ഉമ്മ കുഞ്ഞു മക്കള് 5 വയസ്സും 11 വയസ്സുള്ള മോനെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഞാൻ കോളുകളാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. കുറച്ച് എന്റെ ഇൻസ്റ്റയിൽ കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്റെ അക്കൗണ്ട് റിമൂവ് ആക്കി, ബ്രദേഴ്സ് ഒക്കെ പറഞ്ഞപ്പോ. ഇപ്പോ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് ശരിയേ ബന്ധം ഏർപ്പെടുത്തിയ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. ഇപ്പോ ഒരുത്തിനായിട്ട് ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളെ അതാണ് നമ്മൾ നേരത്തെ കണ്ട ടിക്ടോക്ക് വീഡിയോ. ഒരു തീമായിട്ട് അവിടെ ജീവിതം ആസ്വദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നു എന്നാണ് ഈ ലേഡി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു റിലേഷൻ താല്പര്യമില്ലെങ്കിൽ അത് ഡിവോഴ്സ് വാങ്ങി പോയിട്ട് നിങ്ങൾ വേറെ റിലേഷനിൽ ജീവിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അല്ലാണ്ട് മറിച്ച് അവിടെ ഇരുന്നും കൊണ്ട് ഈ പറയുന്ന പാവം പെൺകുട്ടിയെ കരിവാരി തേച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് താറടിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എന്തിനാണ് അവർ ജീവിക്കട്ടെ അവരുടെ ഇഷ്ടത്തിന്. അവരുടെ അർത്ഥത്തിലാണ് നിങ്ങൾ അവർക്ക് അവിഹിതം കാര്യങ്ങളെന്ന് പറയുന്നത്. അവരൊരുപാട് ചാറ്റുകളും കാര്യങ്ങളൊക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും കാര്യങ്ങളിലൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ഇന്ന രീതിയിൽ നിങ്ങൾ ഈ ഫാത്തി എന്ന് പറയുന്ന വ്യക്തി ചാറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ പരിപാടികൾ, ഇത്തരം മോശം ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെക്കുറിച്ച് അവർ വയ്ക്കുമ്പോൾ തന്നെ എവിഡൻസോടെയാണ് അവർ വീഡിയോയിൽ സംസാരിക്കുന്നത്.
പകരം നിങ്ങൾ വന്നിരുന്ന് കാറിൻ്റെ അകത്ത് ആ കൊച്ചിനെയും പിടിച്ചിരുത്തിയിട്ട് എന്തൊക്കെയോ പറയുകയാണ്, ഭാര്യയുടെ അവിഹിതം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് വൈത്താളം അടിച്ച് നിരത്തുകയാണ്. ആ കൊച്ചിൻ്റെ തലയിൽ കൂടി ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കുകയാണ് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി. ഫാത്തി എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായ രീതിയിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പെൺകുട്ടിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെങ്കിലും രക്ഷപ്പെട്ട് ജീവിതം ജീവിച്ചു പോകുമെന്ന് എനിക്കും പറയാനുള്ളൂ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.